ഫാഷൻ ഷോ വെക്കുന്നത് അതിന്റെ ഡീലേഴ്സിനും പ്രൊമോട്ടേഴ്സിനുമാണ്, അല്ലാതെ ജനങ്ങൾക്ക് പോയി കാണാനല്ല. ജനങ്ങൾ വാങ്ങിക്കുന്ന ഇപ്പൊ ജോക്കി വാങ്ങിച്ചാലും ഷർട്ട് വാങ്ങിച്ചാലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലേ? അതിന്റെ പബ്ലിസിറ്റിയാണ് ഡീലേഴ്സ് വെന്യൂല് അത് ലോഞ്ച് ചെയ്യുന്നത്. ആ ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അതിൽ നിന്നാണ് അവരുടെ മാർക്കറ്റ് കണ്ടെത്തുന്നത്. അവരാ ഇരിക്കുന്ന ഓഡിയൻസ് മുഴുവൻ ഡീലേഴ്സ് ആണ്. ലണ്ടൻ ഫാഷൻ വീക്ക് ആയാലും ന്യൂയോർക്ക് ഫാഷൻ വീക്ക് ആയാലും ഒൺലി ഡീലേഴ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാഷൻ ഷോ വേറെയാണ്, സൗന്ദര്യ മത്സരം വേറെയാണ്. ഈ സൗന്ദര്യ മത്സരം എന്ന് പറയുന്നത് 7-8 ദിവസം ഗ്രൂം ചെയ്തിട്ടാണ് ഇവര് ഈ സൗന്ദര്യ മത്സരം കോമ്പറ്റീഷൻ നിങ്ങൾ കാണുന്ന സ്റ്റേജിൽ വരുന്നത്. ഇവരെ എല്ലാവരെയും തുണിയില്ലാതെ അല്ല നടത്തുന്നത്. നിങ്ങൾ ആദ്യം തന്നെ കേരളത്തിൽ നടക്കുന്ന പരിപാടികളൊന്നും പോയി കാണ്, എന്നിട്ട് അവലോകനം ചെയ്യും. നിങ്ങൾ വെറുതെ ഏതോ ഫാഷൻ FTVയിലോ ഏതോ ഒരു ചാനലില് ഏതോ പെണ്ണുങ്ങൾ തുണിയില്ലാതെ നടക്കുന്ന കണ്ടിട്ട് ഇതും എടുത്തു പിടിച്ചു വരല്ലേ? ദൈവത്തെ ഓർത്ത്, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലേ? ദൈവത്തെ ഓർത്ത് വരാം. എന്താണ് വ്യത്യാസമുണ്ട്? എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. സമൂഹത്തിന് കൊടുക്കാനായിട്ട് രണ്ട് ഉപദേശം നേരത്തെ ചോദിച്ചു, എന്താണ് ആശയം എന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും 2 പറയുന്നുണ്ട്. അതിലിപ്പോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒന്ന്, നമ്മളുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതുപോലെ ലേഡീസിന് അവരെ സ്വപ്നങ്ങൾക്കുള്ള ഒരു വേദി ഒരുക്കുകയാണ് സത്യത്തിൽ ഇത് ചെയ്യുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വേദി എന്ന് പറഞ്ഞാൽ ഡാലുവിനെ പോലെയുള്ള ആൾക്കാർ നെക്സ്റ്റ് ലെവലിലേക്ക് ഇവർക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ അതായത് മാധ്യമങ്ങളിലൊക്കെ അവർക്ക് സംസാരിക്കാനും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന സംഭവമാണ് ഈ ഫാഷൻ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പോയിന്റുകളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം. ആ 2 പോയിന്റിലാണ് ഈ മൊത്തം ഇൻഡസ്ട്രി നീങ്ങുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എന്താണ് യുവതലമുറ എന്താണ് പഠിക്കണമെന്ന്? നാളെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ കുട്ടികൾ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഓരോ കുട്ടികൾക്കും നാളെ അതുപോലെ ആവാനുള്ള ഒരു പ്രചോദനമാണ്. കാണിക്കുന്നതിനെ ഇപ്പൊ എന്ത് കാണിച്ചാലും അതിനെ അനുകരിക്കാൻ ആളുകൾ ഉണ്ടാവും. അതായിരിക്കണം നാളെ ഓരോ യുവതലമുറ പറയുന്നുള്ളൂ. എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഇപ്പൊ മിക്ക കോളേജിലും സ്കൂളിലൊക്കെ ഫാഷൻ ഷോ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് ഫാഷൻ ഷോ നഗ്നത പ്രദർശനമാണെന്നാണല്ലോ. അപ്പൊ അവിടെ ചെയ്യുന്നത് കാണിക്കുമ്പോൾ ഇവർക്ക് അത് ആണെന്ന് തോന്നണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഫാഷൻ ഷോയും ഞങ്ങൾ പറഞ്ഞ സൗന്ദര്യ മത്സരവും രണ്ടായിട്ട് കാണണവനെ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ സാജൻ, ഈ ആധുനിക കാലത്തിന് വസ്ത്രധാരണത്തിലുള്ള സംഭവം നിങ്ങളുടെ ഒരു സങ്കല്പം എന്താ? അവര് ഏത് മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ഒരു സങ്കല്പം പറഞ്ഞു. നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ കൾച്ചറിന് യോജിച്ചതായ ശരീരത്തിന്റെ ഏകദേശം 3/4 ഭാഗമെങ്കിലും മറച്ചു വേണം നടക്കുക. അതാണ് എന്റെ ഉദ്ദേശം. കുട്ടികൾ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. നിങ്ങള് മേക്കപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. നിങ്ങൾ പല ഡ്രസ് ചെയ്യുന്നതിന് ഞങ്ങൾ എതിരായിട്ട് പറഞ്ഞത് സൗന്ദര്യ മത്സരം എന്നുള്ള വ്യാജേന ഈ റാമ്പിൽ വന്നിട്ട് സ്ത്രീകളെ ഒരു കമ്മോഡിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവര് മറ്റുള്ളവരുടെ ബിസിനസിന് വേണ്ടി അവരെ ഉപയോഗിക്കുന്ന ആ ഒരു തത്വത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒന്ന് പറയട്ടെ, നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രി, സ്പോർട്സ് രണ്ടല്ലേ? സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ